ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നൊരു നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിവിടെ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സാണ്. ഇവിടെ ബട്ടറും പഞ്ചസാരയും മുട്ടയും കൂടി നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 3 മുട്ട, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 100 ഗ്രാം ബട്ടർ, പിന്നെ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇവിടെ ഷുഗർ കാരമൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് സോൾട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇടഞ്ഞിട്ട് വരാമേ. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ ഞാൻ മൈദപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററിനകത്ത് ഇടുന്നുണ്ടേ അത് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഞാനിവിടെ റെഡിയാക്കി വെച്ചു. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞ് ഒത്തിരി നേരം ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല. പ്ലം കേക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഞാനിത് ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തുകൊണ്ട് വരാമേ. നിങ്ങൾക്കിതിൻ്റെ മേളിൽ നട്ട്സൊക്കെ ഇടാം. ഞാൻ നട്ട്സ് ഇട്ടിട്ടില്ല. പെട്ടെന്നുള്ളൊരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മുടെ അടിപൊളി പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിത് 1 അവർ ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. നോക്കൂ, എല്ലാം കറക്റ്റായിട്ട് കളറും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിരിക്കുന്നത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. താഴോട്ടൊന്നും പോവാതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്. സൂപ്പർ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റാണ്. നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന അന്ന് തന്നെ കട്ട് ചെയ്ത് കഴിക്കാൻ പാടില്ല. എത്ര ദിവസം കഴിഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. 2 ഡേയ്സ് കഴിഞ്ഞേ ഇത് കട്ട് ചെയ്യാവൂ. എല്ലാവരെയും കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത്. സൂപ്പറാണ്. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. സൂപ്പർ, അടിപൊളി. ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ. നിങ്ങളും ഇതേ മെത്തേഡിൽ ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.